your baby with Kidx Baby Scooby, world's biggest manufacturer and exporter of baby wears. OET IELTS വിജയം നിങ്ങളുടെ സ്വപ്നമാണോ? ടിജൂസ് അക്കാഡമിയിൽ ചേരൂ, വിജയം സുനിശ്ചിതമാക്കൂ. വിശന്നിട്ട് വയ്യ, ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ വന്നതാ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഈ ബിസ്ക്കറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി, എന്തെടുക്കണം എന്ന് അറിയാൻ പാടില്ല. ഷുഗർ ഉള്ളതുണ്ട്, ഷുഗർ ഇല്ലാത്തതുണ്ട്, സോൾട്ട് ഉള്ളതുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഞാൻ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ബിസ്ക്കറ്റിനോട് നമുക്കുള്ള ഒരു ഇഷ്ടം പോകില്ല കേട്ടോ. ഈ ബിസ്ക്കറ്റിന് ഒരു കഥയുള്ള കാര്യം നിങ്ങൾക്കറിയോ? അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, പണ്ട് കാലത്ത് പോസ്റ്റ് കാർഡായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയോ? ഈ ബിസ്ക്കറ്റിന് പണ്ടൊക്കെ ചായയിലല്ല വൈനിൽ മുക്കിയിട്ടാണ് കഴിച്ചിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? നമ്മൾ ഇന്ന് കാണുന്ന ബിസ്ക്കറ്റിന്റെ പഴയ ആ ഒരു രൂപം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റസ്ക് പോലെയായിരുന്നെന്നറിയോ? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റിന്റെ ആ ഒരു കഥ അറിഞ്ഞിരിക്കണം. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഹിത. ഒരു പുതിയ ഹിത പരിശോധനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിസ്ക്കറ്റിന്റെ ആ ഒരു കഥ, ബിസ്ക്കറ്റ് ഉണ്ടായ കഥയും തപ്പിട്ടാ പോണേ കേട്ടോ. എനിക്ക് ആവശ്യമുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബില്ല് ചെയ്തിട്ട് നമുക്ക് പോവാം. ഒപ്പം ബിസ്ക്കറ്റിന്റെ കഥയും നമുക്ക് കേൾക്കാം. അതായത് ആദ്യമായിട്ട് ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നിയോലിറ്റിക് കാലഘട്ടത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഒരു പാറയിലൊക്കെ വെച്ച് ഉണക്കി പരുവപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് ആയിരുന്നു അവരുടേതെന്നൊക്കെയാണ് ഈ ആർക്കിയോളജിക്കൽ റിമൈനിങ്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ബിസ്ക്കറ്റിനെ മാറ്റിയതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ റോമക്കാർക്കാണ് കേട്ടോ. അവര് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റസ്ക് പോലെയൊക്കെ ബിസ്ക്കറ്റിന് മാറ്റിയെടുത്തു. അതായത് ആദ്യം ബ്രെഡൊക്കെ ഉണ്ടാക്കി ആ ബ്രെഡിനെ വീണ്ടും കുക്ക് ചെയ്ത് ഉണക്കി അന്ന് കിട്ടിയിരുന്ന ആ ഒരു രൂപത്തിനെയാണ് അവർ ബിസ്ക്കറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെ 2 പ്രാവശ്യം കുക്ക് ചെയ്തത് എന്നർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്ന് കടം കൊണ്ടതാണ്. അപ്പൊ തന്നെ നമുക്കറിയാലോ അവരെന്താ ബിസ്ക്കറ്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. ഏകദേശം 14-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്നത് പോലത്തെ മോഡേൺ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ വരാൻ തുടങ്ങിയത്. ഈ ഒരു റസ്ക് പോലത്തെ ബിസ്ക്കറ്റ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പാൻ കേക്കിന്റെ രൂപത്തിലുള്ളതും വാഫേഴ്സിന്റെ രൂപത്തിലുള്ളതൊക്കെയുള്ള മധുരമുള്ളതും പുളിപ്പുള്ളതൊക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ആ ഒരു ടൈമിലാണ് വരാൻ തുടങ്ങിയത്. അപ്പൊ തൊട്ടാണ് ഇവരെ പ്രോപ്പറായിട്ട് ബിസ്ക്കറ്റുകൾ എന്ന് വിളിക്കാനും തുടങ്ങിയത്. പിന്നെ ടെക്നോളജി ഒക്കെ വികസിച്ച് തുടങ്ങിയ ഒരു കാലമായതുകൊണ്ട് ബിസ്ക്കറ്റിന്റെ രൂപഭാവങ്ങളിലൊക്കെ അന്ന് മാറ്റം വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഇംഗ്ലീഷുകാര് അവരുടെ ഭക്ഷണത്തിന് ശേഷം, പാർട്ടിയൊക്കെ നടത്തിയിട്ടുള്ള ഭക്ഷണത്തിന് ശേഷമുള്ള ഒരു ലക്ഷറി ഐറ്റം ആയിട്ട് ബിസ്ക്കറ്റിനെ വിളമ്പാനും തുടങ്ങി. അന്നൊക്കെ ബിസ്ക്കറ്റ് എങ്ങനെ രാജാവായിട്ട് വിലസി. ഇതിനൊക്കെ ശേഷമാണ് ഷിപ്പ് ബിസ്ക്കറ്റുകളുടെ വരവ്. അതായത് നമുക്കറിയാലോ, ഈ യൂറോപ്പിലെ ആൾക്കാരൊക്കെ പല പല രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടും അവിടെയൊക്കെ സ്വന്തം കോളനികളാക്കാനൊക്കെ വേണ്ടിയിട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്, അവരുടെ നാവികർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് കപ്പലിലും കടലിലൊക്കെയാണ്. അപ്പം അങ്ങനെ കപ്പലിലും കടലിലൊക്കെ ഇരിക്കുമ്പോൾ നാശമാവാത്ത ഭക്ഷണമൊക്കെ അവർക്ക് വേണ്ടേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്നത് കൂടുതലും ഈ പ്രിസർവ് ചെയ്ത് വെച്ച, ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള മീറ്റ്, മാംസം, അതിൻ്റെ ഒപ്പം ബിസ്ക്കറ്റുകളായിരുന്നു. ഇതാകുമ്പോൾ കുറേ കാലം അവർക്ക് ഉപയോഗിക്കാം, നാശമാവില്ല അല്ലോ. ഏകദേശം 1764 എന്നൊക്കെ പറയുന്ന ആ ഒരു വർഷത്തിലൊക്കെ ഈ ഒരു ബിസ്ക്കറ്റിന്, അതായത് ഷിപ്പ് ബിസ്ക്കറ്റിനെ ഇവര് പോസ്റ്റ് കാർഡായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്ര. അതായത് ബിസ്ക്കറ്റിൽ എഴുതി വെച്ചിട്ടുള്ള കുറെ കുറിപ്പുകളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ട് അത്ര. നല്ല മധുരം കേട്ടോ. പക്ഷേ പണ്ട് കാലത്തൊക്കെ ബിസ്ക്കറ്റിന് ഇത്ര മധുരം ഉണ്ടായിരുന്നില്ല. മധുരമില്ലാത്ത ബിസ്ക്കറ്റായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കഥകളിലെ താരം. ഏകദേശം 17-ാം നൂറ്റാണ്ട് വരയ്ക്കും ഈ മധുരം അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അന്നൊക്കെ ധനിക കുടുംബങ്ങളിലെ ആളുകൾ മാത്രമാണ് പഞ്ചസാര ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഏകദേശം 1860 പോലുള്ള ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ യൂറോപ്യൻസ് എന്ത് ചെയ്തു? അവർ വെസ്റ്റ് ഇൻഡീസിനെ കൂടെ സ്വന്തം കോളനിയൊക്കെ ആയിട്ട് മാറ്റി. അപ്പം അവിടെ ഒരുപാട് ആളുകളെ അടിമകളാക്കിയിട്ട് ഇവര് പഞ്ചസാര ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഞ്ചസാരയുടെ ഉൽപ്പാദനം കൂടി. പഞ്ചസാരയുടെ ഉൽപ്പാദനം കൂടിയപ്പം സ്വാഭാവികമായിട്ടും അതിനുണ്ടായിരുന്ന വിലയൊക്കെ ഇടിഞ്ഞു. അങ്ങനെ അത് കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ചൊരു മധ്യവർഗ കുടുംബങ്ങളിലേക്ക് വരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് പഞ്ചസാര മാറി. അതോടുകൂടെ പഞ്ചസാര നമ്മളൊക്കെ കഴിക്കുന്ന ബിസ്ക്കറ്റിലെ അവിഭാജ്യ ഘടകമായിട്ട് മാറാനും തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മധുരമുള്ള ബിസ്ക്കറ്റുകളുടെ ആ ഒരു വരവ്. അതിന്റെ പിന്നാലെ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന ടെക്നിക്കുകൾ മാറി മറിയാനായിട്ട് തുടങ്ങി. ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെയുള്ള പാചക വിദഗ്ധർ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തരത്തില് ബിസ്ക്കറ്റുകളുടെ നിർമ്മാണം തന്നെ മാറ്റിമറിച്ചു. അങ്ങനെ പല വീടുകളിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിട്ട് ബിസ്ക്കറ്റ് മാറാനും തുടങ്ങി. ഇനി ഇതിൻ്റെ ഇടയിലുള്ള മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ബിസ്ക്കറ്റിനെ ചായയിലും കാപ്പിയിലൊക്കെ മുക്കിയിട്ടല്ലേ കഴിക്കണേ. പക്ഷേ
പണ്ടൊക്കെ ഈ ബിസ്ക്കറ്റിന് വൈനിൽ മുക്കി കഴിച്ചിരുന്നു എന്നൊരു കഥയുണ്ട് അത്രേ. അതായത് റോമാക്കാരൊക്കെ വൈനിൽ മുക്കിയിട്ടാണ് അവരുടെ പാർട്ടിയുടെ അവസാനത്തിലൊക്കെ ബിസ്ക്കറ്റ് കഴിച്ചിരുന്നതെന്നാ പറയണേ. അപ്പൊ ഈ ബിസ്ക്കറ്റിന്റെ വലിപ്പം ഇത്ര ചെറുതാവാനുള്ള കാരണം അത് തന്നെയാണെന്ന് പറയുന്നത്. അതായത് ഈ വൈൻ ഗ്ലാസ്സിനൊക്കെ വലിപ്പം കുറച്ച് കുറവാണല്ലോ, വട്ടം കുറച്ച് കുറവാണല്ലോ. അപ്പൊ ഈ വൈൻ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് മുക്കിയെടുക്കാൻ പാകത്തിന് വലിപ്പം ചെറുതാക്കിയിട്ടാണ് ബിസ്ക്കറ്റുകൾ ഇന്ന് കാണുന്നത് പോലത്തെ കുഞ്ഞന്മാരായി മാറിയെന്നാണ് ഒരു കഥ. ഇങ്ങനൊരു കഥ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറ്റൊരു കഥ വരുന്നത് 17-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ബ്രിട്ടനിലേക്ക് ചായയും കാപ്പിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി എന്നുള്ളതും, അപ്പോൾ ഈ ചായയും കാപ്പിയും ചോക്ലേറ്റ് ഡ്രിങ്കുകളൊക്കെ അന്നാട്ടുകാരുടെ സ്ഥിരം ബെവറേജസ് ആയിട്ട് മാറാൻ തുടങ്ങി എന്നുള്ളതും, അതിൻ്റെ കൂടെ സൈഡായിട്ട് ബിസ്ക്കറ്റ് വന്നിരിക്കാൻ തുടങ്ങി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് അങ്ങനെ വല്ലാത്തൊരു കോമൺ ഫുഡായിട്ട് മാറി. 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് വളരെ ജനകീയമായി മാറുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെ ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വമ്പൻ കമ്പനികൾ വരാനും തുടങ്ങി. ഇതൊക്കെയാണ് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഇതുവരെയുള്ള ഒരു കഥ. തീർന്നിട്ടില്ല. ഹോൺട്ട്ലി ആൻഡ് പാമേഴ്സ്, അതുപോലെ തന്നെ ഓസ്ബോൺ ബിസ്ക്കറ്റ്, ഇതൊക്കെ അന്ന് കാലം തൊട്ടേ അവിടെ നിലനിന്ന് പോന്നിരുന്ന വമ്പന്മാരായിരുന്നു. ഇതൊക്കെ പുറമത്തെ കാര്യമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ചില ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് അത് വന്ന് കാണും എന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ ബിസ്ക്കറ്റ് കൊണ്ടുവന്നതിൽ ഈ മുഗൾ രാജവംശത്തിനടക്കം പല ആളുകൾക്കും സ്വാധീനം ഉണ്ടെങ്കിലും 1939 കാലഘട്ടം മുതൽ തദ്ദേശീയമായിട്ട് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ പാർലേജി കമ്പനിക്കും ബ്രിട്ടാനിയ ടൈഗറിനൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വിപ്ലവം തീർത്തിട്ടുള്ള ആളുകളിൽ വലിയ പങ്കുള്ളത്. അപ്പം അതിൻ്റെ പിന്നാലെ വേറെ പല ബ്രാൻഡുകളും വളർന്നു വരാൻ തുടങ്ങി. പാർലേജിയുടെയും ബ്രിട്ടാനിയ ടൈഗറിൻ്റെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഇവരുടെ പരസ്യങ്ങൾ പോലും ജനകീയമായിരുന്ന ഒരു കാലഘട്ടത്തിൽ. എന്തിനേറെ പറയണോ, മിഥുനത്തിലെ ലാലേട്ടൻ്റെ ദാക്ഷായണി ബിസ്ക്കറ്റ് പോലും ഇപ്പോഴും നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് അല്ലേ. അതാണ് ബിസ്ക്കറ്റിൻ്റെ ഒരു പവർ. അപ്പം അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇനിയും തീരാത്ത ഒരുപാട് കഥകൾ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സായാഹ്നത്തിൽ ഇതുപോലെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി വായിലൊക്കെ വെച്ച് കഴിച്ച് നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റിന് ഇങ്ങനെ ഒരു വലിയ കഥയുണ്ട് എന്നുള്ളൊരു കാര്യം ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറൊരാളുടെ കിടിലൻ കഥയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. Your baby with Kidx Baby Scooby, world's biggest manufacturer and exporter of baby wears. OET IELTS വിജയം നിങ്ങളുടെ സ്വപ്നമാണോ? ടിജൂസ് അക്കാഡമിയിൽ ചേരൂ, വിജയം സുനിശ്ചിതമാക്കൂ.